ലോകം കണ്ട ഏറ്റവും വലിയ MMA ഫൈറ്റർ പാറ്റൺ. പുള്ളിക്കാരൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാച്ചും ഇതുവരെ ജയിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ അയാളുടെ ചില തീരുമാനങ്ങൾ കാരണം 10 വർഷമാണ് ഇയാൾ MMA ഫൈറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത്. അതിൻ്റെതായ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. ഇതൊരു ഗംഭീര മാരക സിനിമയൊന്നും അല്ലാട്ടാ. നമുക്ക് ഈ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചുമ്മാ പോപ്കോൺ ഒക്കെ തിന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ ഒരു സിനിമ. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. തായ്ലൻഡ്, അവിടെയാണ് ഈ കഥയുടെ ആരംഭം. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ധാരാളം മനുഷ്യർ. ഇതൊന്നും ഒരു അപകടം കാരണം ഉണ്ടായതല്ല. ഒരുത്തൻ നിന്ന് ഒറ്റയ്ക്ക് പൊരുതിയതാണ്. അവൻ്റെ കോച്ചായ സാമിയുടെ സഹായത്തോടുകൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ MMA ഫൈറ്റിംഗ് വൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ടൂർണമെൻ്റാണ് ഇവിടെ അരങ്ങേറുന്നത്. അങ്ങനെ സാമി അവൻ്റെ ശിഷ്യനെ കാണാൻ പോകുന്നു. ഈ ഒരു കോമ്പറ്റീഷനാണ് ഇവരുടെ ലൈഫ് എന്നെ തീരുമാനിക്കാൻ പോകുന്നത്. ഇവൻ്റെ ശിഷ്യൻ്റെ പേരാണ് പാറ്റൺ. അവനെ കാണുന്നതിന് മുമ്പ് പാറ്റൻ്റെ അനിയനെ പരിചയപ്പെടാം, മേലൻ. ഈ മേലനും ഒരു ഫൈറ്ററാണ്. എന്നാൽ എടുത്തുചാട്ടെന്ന് പറയുന്ന ഒരു ദുഷിച്ച സ്വഭാവം അങ്ങേർക്ക് വേണ്ടോളുണ്ട്. അതൊന്നും പോരാണ്ട് മേലൻക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എവിടെ പ്രശ്നമുണ്ടെങ്കിലും അതിനെ മാടി വിളിച്ച് തോളിലേറ്റും. അത്രയും വലിയ കഴിവേറിയാണ് മേലൻ. ഇനിയാണ് നമ്മുടെ നായകനെ കാണാൻ പോകുന്നത് പാറ്റൺ. MMA ഫൈറ്റിങ്ങിന് വേണ്ടി തൻ്റെ ലൈഫെ മാറ്റിവെച്ചിരിക്കുകയാണ് പാറ്റൺ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാണ് പാറ്റൺ. അങ്ങനെ സാമി അങ്ങേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു. ഈ സാമി നമ്മുടെ പാറ്റണേക്കാൾ ഒടുക്കത്തെ ഡെഡിക്കേഷനാണ്. ഹേയ് പാറ്റൺ, നമ്മളെന്തിനാ ഇത്രയും ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നത്? ശ്വാസം കിട്ടാൻ. എന്തിനാ ശ്വാസം? എനിക്ക് തിങ്ക് ചെയ്യാൻ. എന്തിന്? ജയിക്കാൻ. ഇതാണ് ഇവരുടെ പ്രധാന ശ്ലോകം. എനിക്ക് ശ്വാസം ഉണ്ടെങ്കിൽ തിങ്ക് ചെയ്യാൻ കഴിയും, തിങ്ക് ചെയ്താൽ ജയിക്കാനും പറ്റും. ഈ ഒരു വാചകം വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് വാശിയെ കാല് മുതൽ തല വരെ കയറ്റുന്നു. എന്നിട്ട് ആ വാശിയോടുകൂടെ അവൻ റിങ്ങിലോട്ടും പോകുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ്. ലോകം കണ്ട ഇത്രയും വലിയ ഫൈറ്ററായ പാറ്റൻ്റെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? തൻ്റെ ലൈഫിലെ ചില പ്രശ്നങ്ങൾ കാരണം, അവനെടുത്ത കുറച്ച് തീരുമാനങ്ങൾ കാരണം ഫൈറ്റിംഗ് എല്ലാം മതിയാക്കി. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പോലെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. താനിപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇതാണ് ഇവൻ്റെ ബോട്ടിൻ്റെ ഓണർ. ഇങ്ങേരാണെങ്കിൽ ജോലി ചെയ്തതിന് നല്ലൊരു കൂലി പോലും കൊടുക്കാറില്ല. കാരണം ബോട്ട് ഓടിച്ചുകൊണ്ട് പോയി മീൻ കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് കൂലിയും കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടിനകത്ത് എക്യുപ്മെൻസും വേണമല്ലോ. ഇതിൻ്റെ അകത്താണെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള എക്യുപ്മെൻസ് ആണ്. അത് വെച്ച് മീൻ പോയിട്ട് ഒരു തവളേനെ പോലും പിടിക്കാൻ പറ്റില്ല. അത് ഓണറോട് പറഞ്ഞു കഴിഞ്ഞാലോ അയാളുടെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടിയും വരും. ജോലിക്കാരുടെ മേത്തോട്ട് കുതിര കയറുക, അതാണ് അയാളുടെ പ്രധാന ഹോബി. ദേ, ഇതാണ് അലക്സ്. ഇപ്പോൾ പാറ്റൻ ആകെയുള്ളൊരു കൂട്ടുകാരൻ. തൻ്റെ ഫൈറ്റിംഗ് കരിയറുമായിട്ടോ കോച്ചായ സാമിയുമായിട്ടോ ബ്രദറായ മേലനുമായിട്ടോ അങ്ങേർക്കിപ്പോൾ യാതൊരു കണക്ഷനും ഇല്ല. ഭാര്യ, മകൾ, ദാരിദ്ര്യം. ഇതാണ് പാറ്റൻ്റെ ഇപ്പോഴത്തെ ലൈഫ്. താൻ അത്രയും അധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫായ ലൂസി ഒരു സന്തോഷ വാർത്ത പറയുന്നത്. ലൂസി പ്രഗ്നൻ്റ് ആണ്. അത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. എന്നാൽ തൻ്റെ ചെലവുകൾ കൂടാൻ പോവാൻ അതിൻ്റെ ഒരു ഭയം അവൻ്റെ മുഖത്ത് തന്നെയുണ്ട്. പക്ഷെ അവൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവൻക്ക് അത്രമേൽ ജീവനാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ ജോലിക്ക് പോകുന്നു. എന്നാൽ ഇന്നും വേണ്ടത്ര മീനുകളില്ല. അങ്ങനെ ഈ സമയത്താണ് തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത അലക്സിനോടും ബോസിനോടും പറയുന്നത്. ഇത് കേട്ടേക്ക് അലക്സ് ആണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി. പക്ഷേ വളരെ മോശമായിട്ടുള്ള മറുപടിയാണ് ബോസ് കൊടുക്കുന്നത്. അപ്പം തന്നെ പാറ്റൻക്ക് അങ്ങ് കയറി വരികയാണ്. സോ 4 തിരിച്ചു പറയുന്നു. അതോടുകൂടെ അങ്ങേരുടെ ജോലിയും പോയി. ബോസാണേലോ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് പാറ്റണെ. പിന്നെ പാറ്റൻ വെറുതെ ഇരിക്കുമോ? താനൊരു ഫൈറ്ററാണ്. ഒരൊറ്റ അടി അടിച്ചാൽ തന്നെ അതൊരു 1.5 കിൻഡൽ അടിയാവും. അത് ബോസിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് പാറ്റൻ അടിക്കാൻ വേണ്ടി കൈയോങ്ങിയപ്പോൾ അങ്ങേര് ഫ്ലെയർ ഗൺ എടുക്കുന്നത്. അതുകൊണ്ട് മാത്രം ബോസിനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി. തൻ്റെ ജോലി പോയ കാര്യമൊന്നും അവൻ ലൂസിയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ സമയത്താണ് മേലൻ്റെ ഫൈറ്റ് TV വരുന്നത്. പുള്ളിക്കാരനിപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫൈറ്ററാണ്. അതും അൺഡിഫീറ്റബിൾ. പങ്കെടുത്തിട്ടുള്ള ഫൈറ്റിൻ്റെ എണ്ണം 7. ആ 7 എണ്ണത്തിലും അവൻ ജയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വളരെയധികം റൂത്ത്ലെസ് ആയിട്ടുള്ള സേവിയറിൻ്റെ കൂടെയാണ്. അവനാണ് വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രധാന മുഖം. അവനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ മേലൻ്റെ കാര്യം അറിയാലോ, വള്ളിയെടുത്ത് തോളി വെച്ചിട്ടേ ശീലമുള്ളൂ. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി. ഇവിടെ പാറ്റൻ ഫൈറ്റ് ചെയ്യാറില്ലെങ്കിലും അതിൻ്റെ ആവേശം അവൻ ഇത്രയും കാലമായിട്ടും നഷ്ടമായിട്ടില്ല. ബ്രദറിൻ്റെ ഏത് മാച്ച് വന്നാലും അവൻ കാണും, ആസ്വദിക്കും, ആവേശം കൊള്ളും. അങ്ങനെ മാച്ചെല്ലാം തകൃതിയിട്ട് പോകുന്നു. സേവിയർ ആണെങ്കിൽ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അവസാനം മേലനെ അങ്ങ് നോക്കൗട്ട് ചെയ്യുന്നു. എന്നാൽ അതൊരു ഇല്ലീഗൽ പഞ്ചായിരുന്നു. ആ ഒരൊറ്റ അടിയിൽ തന്നെ മേലന്റെ ബോധം പോകുന്നു. അത്രയും വലിയ സീരിയസ് ഇഞ്ചുറിയാണ് മേലന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് മേലന്റെ ഗേൾഫ്രണ്ടായ നെഡൈൻ പാറ്റനെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾക്ക് ആരെയാണ് വിളിക്കേണ്ടതെന്നറിയില്ല. അത്രയും വലിയ മാരക സിറ്റുവേഷനിലാണ് നെഡൈൻ. സേവിയർ കൊടുത്ത പഞ്ച് കാരണം മേലൻ ഇപ്പൊ കോമയിലാണ്. അവന്റെ ബ്രെയിനകത്ത് ക്ലോട്ട് വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. മേലൻ എപ്പോഴാണ് കണ്ണു തുറക്കുക, സുഖപ്പെടുക ഒന്നും അറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് പാറ്റൻകാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ ഈ സമയത്താണ് സേവിയറിന്റെ മാനേജറായിട്ടുള്ള ഗബ്രിയേൽ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അതും സേവിയറിന്റെ സിമ്പതി അറിയിക്കാൻ. എന്നാൽ ഗബ്രിയേലിന്റെ വരവിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അങ്ങനെ ഗബ്രിയേൽ പറയാണ്, പാറ്റൻ, നിന്റെ ഫൈറ്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ അബ്സല്യൂട്ട് ബീസ്റ്റ്. പണ്ട് കാലത്ത് നീ മാത്രം സേവിയറിനെ തോൽപ്പിച്ചിട്ടുള്ളത്, അതും വിത്തിൻ 6 സെക്കൻഡ്സ്. പക്ഷെ നിന്റെ ബ്രദറിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഒരു ഫോട്ടോ കോപ്പി എന്ന് മാത്രമേ പറയാനാവുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് ഞാനൊരു $75,000 തരാം. നീ സേവിയറുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ജയിക്കണം എന്നൊന്നുമില്ല, പക്ഷെ പങ്കെടുത്തിരിക്കണം. എന്തിനാ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് നീ മാത്രമാണ് അവനെ തോൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അവൻ ഈ ലോകത്തിൻ്റെ ചാമ്പ്യനാണ്. അവൻ്റെ ലെഗസിയിൽ പറ്റിയിട്ടുള്ള ഏക കറ നീയുമായിട്ട് തോറ്റു എന്നുള്ളതാണ്. അത് സേവിയറിനൊന്ന് തിരുത്തണം. നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കണം. അതാണ് സേവിയറിൻ്റെ ആവശ്യം. നിനക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും പോകുന്നില്ല. എന്നാൽ ഇതൊക്കെ കേട്ടേക്ക് പുള്ളിക്കാരൻ നോ എന്നാണ് പറയുന്നത്. അങ്ങേര് ഫൈറ്റ് ചെയ്തിട്ട് കാലം കുറേയായി. അങ്ങനെ ഇത് കേട്ടേക്ക് ഗബ്രിയേൽ $1,00,000 ഓഫർ ചെയ്യുന്നത്. അതുമാത്രമല്ല, അങ്ങേര് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിന്റെ ബ്രദറിനെ കുറച്ച് കടങ്ങളുണ്ട്, അതും സീരിയസ് ഡെപ്റ്റ്. എന്ത് വേണമെന്നുള്ളത് നീ ആലോചിച്ച് തീരുമാനിക്കുക എന്നും പറഞ്ഞ് കാർഡ് കൊടുക്കുന്നു, പോകുന്നു. അങ്ങനെ പാറ്റൻ മേലനെ കാണാൻ പോകുന്നു. പുള്ളിക്കാരൻ ഏകദേശം സ്റ്റേബിൾ ആവുന്നുണ്ട്, പക്ഷെ ബോധം വന്നിട്ടില്ല. ഇനി അഥവാ ബോധം വന്നാൽ നല്ലവണ്ണം റെസ്റ്റും വേണം. അങ്ങനെ ഈ സമയത്താണ് പാറ്റൻ അവൻ്റെ കടങ്ങളെക്കുറിച്ച് നെഡൈനോട് ചോദിക്കുന്നത്. അവള് പറയുന്നത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് സാക്ഷാൽ പാറ്റൻ. ഏകദേശം $50,000 അവൻ ബാരി എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് കടമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ബാരീനെ പണ്ട് മുതലേ പാറ്റൻ അറിയാം. അങ്ങേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാന്ന് പറയുന്നത് കഴുത്തിൽ കുരുക്കിടുന്നതിന് തുല്യമാണ്. അങ്ങനെ പാറ്റൻ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ലൂസി ഗബ്രിയേലിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇത് കേട്ടേക്ക് ഗബ്രിയേൽ കൊടുത്ത ഓഫറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അല്ല, ഇങ്ങനൊരു ഓഫർ കിട്ടിയിട്ട് നീ എന്താ പറഞ്ഞ്? നോ, അല്ലാണ്ട് എന്തു പറയാൻ? നിനക്കപ്പോൾ ഫൈറ്റ് ചെയ്യണമെന്നില്ലേ? ഇത് കേട്ടേക്ക് വല്ലാത്തൊരു ആകാംക്ഷയാണ് പാറ്റൻ്റെ മുഖത്ത് വരുന്നത്. അതേ ആകാംക്ഷ അല്ലെങ്കിൽ ആവേശം, ഇത് തന്നെയാണ് ലൂസിയുടെ പ്രശ്നവും. പാറ്റൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇന്നേ വരെ ഫൈറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ലൂസിയും പാറ്റനും കൂടെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. അതെന്തിനാന്നും എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എന്തായാലും ഗബ്രിയേലിൻ്റെ ഓഫർ ലൂസിക്ക് വേണ്ടി, അവൻ്റെ ഫാമിലിക്ക് വേണ്ടി അവൻ ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ പണം അവർക്ക് അത്രമേൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാറ്റൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേവിയറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് പാറ്റൻ കേൾക്കാൻ ഇടയാവുന്നത്. അതിനകത്ത് അവതാരകൻ ചോദിക്കുന്നത് മേലനെക്കുറിച്ചാണ്. അങ്ങനെ സേവിയർ പറയാണ്, ഇതൊരു കോമ്പറ്റീഷനാണ്. എൻ്റെ അടിക്ക് ഇത്രയും സ്ട്രോങ് ഉള്ളത് എൻ്റെ ഊറ്റാണോ? ഒന്നാമത് ഈ മേലനാണെങ്കിൽ അടി ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ സമയത്താണ് അവതാരകൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, എബൌട്ട് പാറ്റൻ. സർ, 11 വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും തോൽവി ഉണ്ടാകുന്നത്. അതിന് കാരണം പാറ്റനായിരുന്നു. അതും 6 സെക്കൻഡിനുള്ളിൽ നിങ്ങളെ നോക്കൗട്ട് ചെയ്തു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാറിയ തോൽവി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ ആ പന്ന പാറ്റനുമായിട്ടൊരു ഫൈറ്റ് വെച്ചാൽ 6 സെക്കൻഡല്ല, വെറും 2 സെക്കൻഡ് കൊണ്ട് അവനെ ഞാൻ നോക്കൗട്ട് ചെയ്യും. ഇതൊക്കെ കേട്ടേക്ക് പാറ്റനാണെങ്കിൽ കയറി വരികയാണ്. അങ്ങനെ പാറ്റൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നു, ഫൈറ്റ് ചെയ്യാൻ. പക്ഷേ അത് ഈഗോയുടെ പേരിലല്ല, താൻ അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. സോ ഫൈറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്ന ക്യാഷ് കൊണ്ട് ഒന്ന് സ്റ്റേബിൾ ആവാൻ കഴിയും. അങ്ങനെ പാറ്റൻ ഗബ്രിയേലിനെ കാണാൻ പോകുന്നു. നേരത്തെ $1,00,000 ഓഫർ ചെയ്തിരുന്നത്, എന്നാലിപ്പോൾ $1,50,000 പുള്ളിക്കാരൻ ആവശ്യപ്പെടുന്നത്. അതാവുമ്പോൾ മേലൻ്റെ കടവും കൂടെ തീർക്കാൻ പറ്റും. ഹാഫ് ഇപ്പോൾ, ബാക്കി ഫൈറ്റ് കഴിഞ്ഞിട്ട്. ഇതാണ് ഡീൽ. ഈ ഡീലിനെ കുറിച്ചൊന്നും ലൂസിക്ക് അറിയില്ല കേട്ടാ. അങ്ങനെ ഓക്കെ പറയുന്നു, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു. സോ ഇതൊരു ഇല്ലീഗൽ ഫൈറ്റ് ഒന്നും ഇല്ല കേട്ടാ, പക്ക ലീഗലാണ്. 1 കോമ്പറ്റീഷൻ്റെ പരിധിയിൽ പെടുന്ന മറ്റൊരു കോമ്പറ്റീഷൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. അല്ലടാ, നീ 10 വർഷമായി ഫൈറ്റ് ചെയ്തിട്ട് നിന്നെക്കൊണ്ട് പറ്റുമോ? എനിക്കെന്തായാലും ട്രെയിൻ ചെയ്യാനായിട്ട് 6 മാസം സമയം വേണം. എന്നാൽ അത്രയും അധികം സമയം കൊടുക്കാൻ സേവിയർ തയ്യാറല്ല. വെറും 2 മാസമാണ് കൊടുക്കുന്നത്. അത്രയും വലിയൊരു ഫൈറ്റിന് 2 മാസം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഏറ്റെടുത്തേ പറ്റുള്ളൂ.
ഇനി ട്രെയിനിങ് ആണ്. 2 മാസം കൊണ്ട് അവനെ സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻക്ക് അത്രമേൽ വിശ്വാസമുള്ളൊരു കോച്ചായിരിക്കണം അവൻ്റെ കോച്ച്. അങ്ങനെ ഇപ്പോൾ ഒരാളേ ഉള്ളൂ, സാമി. അങ്ങനെ സാമിയെ കാണാനായിട്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ജിമ്മിലോട്ട് പോകുന്നു. എന്നാൽ ആ ജിമ്മ് കണ്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ആ ജിമ്മാകെ ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ചെറിയ ചെറിയ പിള്ളേരൊക്കെയാണ് അവിടെ ഇപ്പോൾ ട്രെയിനിങ്ങിന് വരുന്നത്. അവരെ ട്രെയിൻ ചെയ്യുന്നതാണേലോ സാമിയുടെ മകൾ റോസ്. റോസ് ആണെങ്കിൽ ഇവനെ കണ്ടതും ഭയങ്കര ഹാപ്പി. അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ റോസിൻ്റെ ചെറുപ്പകാലമാണ്. എന്നാലിപ്പോൾ അവളൊരു ഫൈറ്ററാണ്. പക്ഷെ മുട്ടിൻ്റെ മേലുള്ള ഇഞ്ചുറി കാരണം അവൾക്കിനി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ തൻ്റെ അച്ഛൻ്റെ റോളായ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് റോസാണ് ചെയ്യുന്നതിപ്പോൾ. റോസെ, സാമിയോടെ അച്ഛൻ നിന്നെ കാണുമെന്ന് എനിക്ക് തോന്നില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങേർക്ക് നിന്നോട് വെറുപ്പാണ്. റോസെ, അതൊക്കെ പാസ്റ്റല്ലേ, അത് നിനക്ക് അച്ഛനല്ല. അല്ല, നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്ന്? അപ്പോഴാണ് പാറ്റൺ സേവിയറുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് റോസിനോട് പറയുന്നത്. ഇത് കേട്ടേക്ക് പുള്ളിക്കാരത്തിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. സാമി എന്തായാലും അവനെ കോച്ച് ചെയ്യാനോ ട്രെയിൻ ചെയ്യാനോ പോകുന്നില്ല. സോ റോസാണ് അവനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരത്തി. പക്ഷെ ഇങ്ങേർക്കാണെങ്കിൽ സാമി തന്നെ വേണം. ഈ സമയത്താണ് സാമി അങ്ങോട്ടെത്തുന്നത്. സാമിയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കുറച്ച് മോശമാണ്. വയസ്സായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവനെ കണ്ടേക്ക് പാറ്റൺ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. എന്നാൽ സാമി അവനോട് പുറത്ത് കിടക്കാനാണ് പറയുന്നത്. അതോടുകൂടെ പാറ്റൻ്റെ സകലമാന മൂടും പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അയാൾ കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല. ഇവിടെ പാറ്റൻക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രെയിനിങ് ആരംഭിക്കണം. അതിനുള്ള ഏക വഴി റോസ് മാത്രമാണ്. സോ റോസിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാറ്റൺ അവൻ്റെ ബ്രദർ കടം വാങ്ങിയ ബേറനെ കാണാൻ പോകുന്നത്. മേലനോട് അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പാറ്റനോട് അയാൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ജയിലിൽ വെച്ച് പാറ്റൻ്റെ ഫൈറ്റിംഗ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് സാക്ഷാൽ ബേറൻ. സോ പാറ്റൺ ജയിലിലായിരുന്നു കുറേ കാലം. അങ്ങനെ ബേരന് കൊടുക്കാനുള്ള ഫണ്ടങ്ങ് കൊടുക്കുന്നു. മേലനുമായിട്ടുള്ള ഡീൽസ് എല്ലാം അവസാനിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്ന് മുതലാണ് റോസുമായിട്ടുള്ള ട്രെയിനിങ്. അങ്ങനെ ട്രെയിനിങ്ങിന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അലക്സ് അവനെ കാണാൻ വരുന്നത്. അയാൾക്കാണെങ്കിൽ പാറ്റനില്ലാണ്ട് ഒരു സുഖമില്ല. അതുകൊണ്ട് അവൻ ആ ബോസിനെ തെറി വിളിച്ച് ജോലിയിൽ നിന്നിറങ്ങി. അതും പാറ്റൻ്റെ കൂടെ കൂടാനായിട്ട്. എന്നാൽ ഇതിനൊന്നും പാറ്റന് സമയമില്ല. പക്ഷെ അവൻക്ക് വേണ്ടി എല്ലാം ഇട്ടെറിഞ്ഞ മനുഷ്യനാ അലക്സ്, എ ട്രൂ ഫ്രണ്ട്. സോ അലക്സിനെ അങ്ങനെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് കൂടെ കൂട്ടുന്നു അവൻ്റെ ട്രെയിനിങ് പാർട്ട്ണറായിട്ട്. നിനക്ക് ഈ ഫൈറ്റിനെ കുറിച്ച് എന്തേലും അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടേലും അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവനെയും കൊണ്ട് റോസിനെ കാണാൻ പോകുന്നു. ഇതാരാ? അലക്സ്, എൻ്റെ ട്രെയിനിങ് പാർട്ട്ണറാണ്. പാർട്ട്ണറോ? അതെന്തിനാ? റോസെ, ഇവൻ്റെ വെയിറ്റ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒരാളെ ഗ്രാപ്പിൾ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചാൽ പിന്നെ ആരെ വേണേലും എനിക്ക് നിലത്തടിക്കാൻ സാധിക്കും. ഇത് കേട്ടേക്ക് റോസിനും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് ആരംഭിച്ചു. എന്നാൽ അങ്ങേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഗെയിമിനകത്ത് പല ചേഞ്ചസും വന്നു. ഫൈറ്റിംഗ് രീതികളായിക്കോട്ടെ, യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് ആയിക്കോട്ടെ, അങ്ങനെല്ലാം വല്ലാണ്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇതൊക്കെ കണ്ട് സാമിയാണെങ്കിൽ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേർക്ക് ഒരു പ്രതീക്ഷയില്ല ഇവനെ കൊണ്ട് പറ്റുന്നുള്ളത്. അങ്ങനെ ഭ്രാന്ത് കയറിയ പാറ്റൺ സാമിയെ കാണാൻ പോകുന്നു വിത്ത് റോസ്. നീ എന്തിനാണ് പാറ്റൺ ഇങ്ങോട്ട് വന്നത്? നിനക്കിവിടെ കാലുകുത്താൻ ഒരർഹതയില്ല. എന്നു മുതലാ എനിക്ക് അർഹത ഇല്ലാണ്ടായത്? അത് കുറേ കാലങ്ങളായിട്ടില്ല. ഈ സമയത്ത് റോസ് പറയാണ്, അച്ഛാ, ഈ ജിമ്മ് റൺ ചെയ്യുന്ന ഇപ്പം ഞാനാ. സോ പാറ്റൺ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യും. നിനക്ക് തോന്നുന്നുണ്ടോ ഇവൻക്ക് ജയിക്കാൻ പറ്റുമെന്ന്? ഞാൻ ജയിക്കും. പണ്ടും ജയിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ കളി നിനക്കൊന്നും അറിയില്ല. എനിക്കതിന് ജയിക്കണമെന്നില്ല. പങ്കെടുക്കണം, ഫൈറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് പങ്കെടുക്കാൻ എന്തിനാടാ നീ റോസിൻ്റെ സമയം കളയുന്നത്? ചുമ്മാ കയറി പങ്കെടുത്താൽ പോരെ, നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് അങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ വീണ്ടും ട്രെയിനിങ് ആരംഭിച്ചു. ഇപ്രാവശ്യം പാറ്റൺ ഫൈറ്റ് ചെയ്യുന്നത് സാക്ഷാൽ അലക്സിൻ്റെ കൂടെയാണ്. എന്നാൽ ഇപ്പോഴും ഒരു തേങ്ങയും പറ്റുന്നില്ല. ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മേലൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഏകദേശം സ്റ്റേബിളായിട്ടുണ്ട്. പക്ഷെ അവൻ്റെ തലയ്ക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത്. അവൻക്ക് വേണ്ടി കടങ്ങൾ തീർക്കുക, ഫൈറ്റ് ചെയ്യാൻ പോവുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് സ്വന്തം ബ്രദർ എവിടെയാണെന്നോ അവൻ ഓക്കെ ആണെന്നോ ഒന്നും പാറ്റൻ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഇപ്പം കയറി ബ്രദർ ലവ് ഒക്കെ കാണിക്കാൻ നിന്ന ആർക്കായാലും ദേഷ്യം വരും. നീ ആരടാ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ? ഇതെൻ്റെ ഫൈറ്റാ. അതിനകത്ത് നീ കയറി ഉണ്ടാക്കണ്ട. ഈ സമയത്താണ് സാമി അങ്ങോട്ട് വരുന്നത്. മേലൻ, നീ റെസ്റ്റ് എടുക്ക്. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും.
എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങേർക്ക് തലേ കയറുന്നില്ല. അങ്ങനെ മേലൻ പറയാണ്, നിനക്കൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? പണ്ട് ജയിലിലായിരുന്നപ്പോൾ കുറെ മേടിച്ചു കൂട്ടി കാണുമല്ലോ അല്ലേ? ഇത് കേട്ടേക്ക് പാറ്റനാണെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവുന്നു. ഒരു വിധത്തിലാണ് എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ മേലൻ തിരിച്ചു പോകുന്നു. അങ്ങനെ പാറ്റൻ വീട്ടിലെത്തി. ഇവൻ്റെ മട്ടും ഭാവം കണ്ടപാട് ലൂസിക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ ഗബ്രിയലിൻ്റെ ഓഫർ സ്വീകരിച്ചു എന്നുള്ളത്. തനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇതല്ലാതെ വേറെ മാർഗവുമില്ല എന്നൊക്കെ കുറേ പറയുന്നുണ്ട് ലൂസിയോട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാറ്റൻ അവളോട് പ്രോമിസ് ചെയ്തിരുന്നു ഒരിക്കലും താൻ ഫൈറ്റ് ചെയ്യാൻ പോകത്തില്ല എന്ന്. ആ ഒരു പ്രോമിസ് തെറ്റിച്ചതിൻ്റെ പേരിൽ അവൾ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് നടക്കുന്നത്. ഓൾറെഡി മേലൻ്റെ അവസ്ഥ ലൂസി കണ്ടതാണ്. പാറ്റനും അതേ അവസ്ഥ വരുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. ട്രെയിനിങ് എല്ലാം തകൃതിയായിട്ട് പോകുന്നു. അങ്ങനെ പാറ്റൻ സാമിയെ കാണാൻ പോകുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും അങ്ങ് തുറന്ന് സംസാരിക്കുന്നത്. സാമി, നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാറ്റൻ, നിനക്കൊരു കാര്യം അറിയോ? ഈ ജിമ്മ് ഞാൻ ആരംഭിച്ചത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്. അതും എൻ്റെ സ്വന്തം വീട് പണയം വെച്ചിട്ട്. അന്ന് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിരുന്നു ഇതൊന്നും വേണ്ട, എല്ലാം നഷ്ടാവുമെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ സമയത്താണ് ബാറിൽ നീ ഉണ്ടാക്കിയ ഫൈറ്റും അതിൻ്റെ പേരിലുള്ള ജയിൽ ശിക്ഷയും. എന്നാൽ നീ പുറത്തിറങ്ങുന്നതും കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് വിളിക്കാമായിരുന്നു, ഇനി തിരിച്ച് വരില്ലാന്നെങ്കിലും പറയാൻ. അങ്ങനെ അവസാനം എൻ്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തു. എൻ്റെ വൈഫാണേലോ എന്നെ വിട്ട് പോവുകയും ചെയ്തു. സാമി, ഒന്നും മനഃപൂർവ്വമല്ല. ഞാൻ 2.5 വർഷം ജയിലിലായിരുന്നപ്പോൾ കടുത്ത പീഡനാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള എല്ലാവരും എന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ തല്ലുണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ ലൈഫ് വെറും ഫൈറ്റിങ് മാത്രമായിട്ട് മാറി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റിലീസാവുന്നത്. ഫൈറ്റ് എന്ന ട്രോമ കാരണം ഞാൻ ഓടി. ആ ഓട്ടത്തിലാണ് ലൂസിയെ പരിചയപ്പെടുന്നതും മാരേജ് ചെയ്യുന്നതും. എൻ്റെ പാസ്റ്റ് അറിഞ്ഞിട്ടും ജയിൽ ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും അവൾ എൻ്റെ കൂടെ തന്നെയുണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടുത്ത പ്രോമിസാ ഫൈറ്റ് ചെയ്യില്ലാന്ന്. പിന്നിപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ക്യാഷിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫൈറ്റിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു അച്ഛനായി പോയില്ലേ. എൻ്റെ വൈഫിനെയും മകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഫൈറ്റിനകത്ത് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഇതൊക്കെ കേട്ടേക്ക് സാമിക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റോസ് ഇവൻ അത്രമേൽ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങേർക്ക് ജയിക്കാനൊന്നുമില്ല, ജസ്റ്റ് പങ്കെടുത്താൽ മാത്രം മതി. എന്നാൽ റോസ് ഓരോ നിമിഷവും ട്രെയിൻ ചെയ്യുന്നത് അവനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പാറ്റൻ, റോസ് അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. അവളുടെ ടൈം നീ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. ഇതൊക്കെ കേട്ടേക്ക് പാറ്റൻക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. പുള്ളിക്കാരൻ അത്രയും കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങ് കാണിക്കുന്നത്. അവിടെ വെച്ചാണ് അവരാ മാരക വാർത്ത അങ്ങ് പുറത്തുവിടുന്നത്. സേവിയറിന് 6 മാസത്തെ സസ്പെൻഷൻ. മേലനെ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനാണ് ഈ ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടെ പാറ്റനുമൊത്തുള്ള ഫൈറ്റ് അങ്ങ് ക്യാൻസലാവുന്നു. ഇത് കേട്ടേക്ക് ഭ്രാന്ത് കയറുകയാണ് സേവിയറിന്. അവൻ്റെ ലെഗസിയിൽ പറ്റിയ കറയെ ഇല്ലാണ്ടാക്കാൻ ഇത് മാത്രമായിരുന്നു ഏക വഴി. അതങ്ങ് ഇല്ലാണ്ടായി. പിന്നെ അവൻ വെറുതെ ഇരിക്കോ, വേഗം തന്നെ പാറ്റനെ കാണാൻ വരുന്നു എന്ന് മാത്രമല്ല, കോൺട്രാക്റ്റ് ക്യാൻസലായ കാര്യം അങ്ങ് പറയുന്നു. പാറ്റൻ, വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ കീഴിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ വിധി വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. സോ വേറെ എവിടെയെങ്കിലും വെച്ച് ഒരു ഫൈറ്റ് പ്ലാൻ ചെയ്യാം, അതും ഒരു സ്ട്രീറ്റ് ഫൈറ്റ്. റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം. എന്തു പറയുന്നു? ഇത് കേട്ടേക്ക് പാറ്റൻ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ പാറ്റന് കോൾ അടിച്ചിരിക്കുകയാണ്. വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ കോൺട്രാക്റ്റിലാണ് താൻ സൈൻ ചെയ്തിരുന്നത്. സോ ആ ഗെയിം നടന്നാലും ഇല്ലേലും സേവിയർ പാറ്റന് ക്യാഷ് കൊടുക്കണം. അപ്പം പിന്നെ വെറുതെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിന് വേണ്ടി അവൻ റിസ്ക് എടുക്കുമോ? ഒരിക്കലുമില്ല. ഇത് കണ്ടേക്ക് സേവിയർ പറയാണ്, എടാ പന്നെ, നീ ആ കോൺട്രാക്റ്റിൻ്റെ പിന്നിൽ ഒരു ബീരുവെ പോലെ ഒളിച്ചിരുന്നോ? അതാ നല്ലത്. നീ ഇപ്പം പറഞ്ഞ ഇതേ ബീരു തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെറും 6 സെക്കൻഡ് കൊണ്ട് നിന്നെ തോൽപ്പിച്ച് കളഞ്ഞത്. അത് മറക്കണ്ട. ഇതൊക്കെ കേട്ടേക്ക് സേവിയറിനാണെങ്കിൽ കയറി വരികയാണ്. അങ്ങനെ പാറ്റൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഫൈറ്റ് ക്യാൻസലായ കാര്യം ലൂസിനെ അറിയിക്കുന്നു. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാറ്റൻ രാവിലെ ഒന്ന് ഓടാൻ പോകുന്നത്. അപ്പോഴാണ് അങ്ങോട്ട് മേലൻ വരുന്നത്. അയാൾക്ക് ഇവനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. മേലനാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നടക്കുന്നത്. അതുമാത്രമല്ല, റെസ്റ്റ് വേണ്ട സമയത്താണ് അവൻ ഓടാൻ വന്നിട്ടുള്ളത്. അങ്ങനെ പാറ്റൻ പറയാണ്, മേലൻ, ഐ ആം സോറി. ഇത്രയും വർഷം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അതെൻ്റെ തെറ്റാ. ഐ ആം സോറി. പിന്നെ എൻ്റെ മകൾക്ക് അവളുടെ അങ്കിളായ മേലനെ ഒന്ന് കാണണമെന്നുണ്ട്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ വാ. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ബർത്ത്ഡേ. വൈഫും മകളും അടുത്തുള്ള കുട്ടികളും പിന്നെ അലക്സും ചേർന്ന് ചെറിയൊരു ആഘോഷമാണ് അവിടെ. മകളാണെങ്കിൽ മേലനെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ മേലൻ വന്നു. ബ്രദറിനോടുള്ള ദേഷ്യവും പകയും എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വരുന്നു. മകൾക്ക് ഗിഫ്റ്റും കൊടുക്കുന്നു. കൂടെ നടേനുണ്ടിട്ടാ. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം പാറ്റനെ ടൈറ്റായിട്ട് അങ്ങ് ഹഗ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, പാറ്റൻ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്.
നീ എങ്ങോട്ടാ പോകുന്നത്? അതൊരു സർപ്രൈസാണ്. നീ എന്തായാലും ആ ടി വി ഒന്ന് ഓണാക്കി വെച്ചോ, അതിനകത്ത് കാണാം എൻ്റെ സർപ്രൈസ് എന്താന്ന്. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോകുന്നു. മേലൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ട് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുകയാണ് പാറ്റന്. അങ്ങനെ രാത്രിയായി. മേലൻ കൊടുത്ത ഗിഫ്റ്റ് ബോക്സ് മകൾ അങ്ങ് തുറന്നു നോക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് കെട്ടുകണക്കിന് ക്യാഷാണ്. നേരത്തെ ബേരൻ്റെ കടം തീർത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കാശ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് മേലൻ. അത് കണ്ടേക്ക് പാറ്റന് മനസ്സിലായി അവൻ ഏതോ വള്ളിയെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പാറ്റൻ നെടയനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ പാറ്റൻ, അവൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? ബ്രെയിനിൻ്റെ സ്വെല്ലിങ് കാരണം അവൻക്ക് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. 5 മാസം റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവൻ പോയിരിക്കുന്നത് സേവിയറുമായിട്ട് ഫൈറ്റ് ചെയ്യാനാ. $10,000 ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഗംഭീര സ്ട്രീറ്റ് ഫൈറ്റ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പൈസക്കാരാണ്. അത്രയും അധികം പൈസയാണ് ഈ ഫൈറ്റ് കാണാനായിട്ട് ഇവരെല്ലാവരും ചിലവാക്കിയിട്ടുള്ളത്. അങ്ങനെ സേവിയർ വന്നു. ഈ സമയത്ത് ഗബ്രിയേൽ പറയാണ്, സേവിയറെ നീ ഒറ്റയടിക്ക് തീർക്കരുത്. ഇത്രയും പേര് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുള്ളത് കുറച്ച് മാരക സർക്കസ് കാണാനാ, അതങ്ങ് കാണിച്ചേക്ക്. അങ്ങനെ മേലനും സേവിയറും തമ്മിലുള്ള ഫൈറ്റ് അങ്ങ് ആരംഭിച്ചു. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാണ്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവിയറിന് അങ്ങോട്ട് കുറെ കൊടുക്കുന്നുണ്ട് മേലൻ, എന്നാൽ അതിൻ്റെ ഇരട്ടിയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അവൻ്റെ തലേന്നൊക്കെ ചോര വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പാറ്റണും അലക്സും കൂടെ അങ്ങോട്ടെത്തുന്നത്. ഇതാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഇവൻ്റാണ്. ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. പുറത്താണെങ്കിൽ ഫുൾ ബോഡി ഗാർഡ്സ് ആണ്. അങ്ങനെ പാറ്റൺ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അകത്തേക്ക് കയറ്റി വിടാനായിട്ട് കുറേ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അലക്സ് അവർക്കിട്ട് 4 കൊടുക്കുന്നത്. ഇത് കണ്ടേക്ക് പാറ്റൺ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഡേയ്, നീയല്ലേ ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ്? അറിയില്ല എന്നല്ല, ഇഷ്ടമില്ല എന്നാ പറഞ്ഞ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഇത് കേട്ടേക്ക് പാറ്റൺ ആണെങ്കിൽ ചിരിക്കുകയാണ്. അവൻ അത്രയും സർപ്രൈസ്ഡ് ആണ്. ഇതേ സമയം ഫൈറ്റ് ആണെങ്കിൽ തകൃതിയായിട്ട് പോകുന്നു. അത് മാത്രമല്ല, ഭ്രാന്ത് കയറിയ മേലൻ സേവിയറിനെടുത്ത് അങ്ങ് എറിയാണ്. അതോടുകൂടെ അങ്ങേർക്ക് ദേഷ്യം അങ്ങ് കയറുന്നു. പിന്നെ പറയണ്ടല്ലോ, മേലനെ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു. അത് മാത്രമല്ല, സേവിയർ അങ്ങേർക്കിട്ട് ഒരു സ്ട്രോങ് അടിയങ്ങ് കൊടുക്കുന്നു. അതിൻ്റെ ആഘാതത്തിൽ ഒരു ഇരുമ്പിൻ്റെ മേളിൽ മേലൻ്റെ തലയങ്ങ് ഇടിക്കുകയാണ്. മേലൻ അങ്ങ് ഇല്ലാണ്ടാവുന്നു. സേവിയർ മനഃപൂർവ്വമല്ല, അടിയുടെ ഇടയിൽ പറ്റിപ്പോയിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ അവിടെയുള്ള എല്ലാവരും പേടിച്ചോടുന്നു. പാറ്റനാണേലോ അങ്ങോട്ടെത്തി. ആ സമയത്ത് അവൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന തൻ്റെ ബ്രദറിനെയാണ്. അവിടെ ഇരുന്ന് അലറിപ്പൊളിച്ച് കരയണവൻ. അങ്ങനെ മേലൻ്റെ ഫ്യൂണറലായി. താൻ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ചെയർമാൻ അങ്ങോട്ട് വരുന്നത്. പാറ്റൺ മേലനെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അവൻ അത്രയും നല്ലൊരു മനുഷ്യനാ. ഇത് മാത്രമല്ല പുള്ളിക്കാരത്തി പറയുന്നത്, വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ലൂസിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. എങ്ങാനും വൺ ചാമ്പ്യൻഷിപ്പിലേക്ക് പാറ്റനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും പോവും. അത്രയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പാറ്റൺ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് സേവിയർ എത്തുന്നത്. അവൻ വല്ലാത്തൊരു നോട്ടാണ് പാറ്റനെ നോക്കുന്നത്. ആ നോട്ടത്തിലുണ്ട് എല്ലാം. പാറ്റൺ ഫൈറ്റിന് വരാത്തോണ്ടാണ് അവൻ്റെ ബ്രദറിനെ വെച്ച് കരിക്കൽ നീക്കിയത്. അതെന്തായാലും പാറ്റന് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സേവിയർ കൊല്ലണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്തായാലും പാറ്റൺ തൻ്റെ ബ്രദറിൻ്റെ മരണത്തോടുകൂടെ ആകെ കയ്യിന്ന് പോകുന്നു. കുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പാറ്റനെ സമാധാനിപ്പിക്കാമെന്ന് ലൂസിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിലാണ് പാറ്റൺ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലെറ്റർ വരുന്നത്. അത് കിട്ടുന്നതാണേലോ ലൂസിക്കും. വൺ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത്. അതും അവനെ ഫൈറ്റിന് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേവിയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അതിനകത്ത് മേലനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഇതൊരു ഇല്ലീഗൽ ഫൈറ്റാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മേലൻ പങ്കെടുത്തതും മരണപ്പെട്ടതും. അതിൻ്റെ പേരിൽ എന്നെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അവൻ്റെ ചേട്ടനായ പാറ്റനെയാണ്. അയാൾക്ക് വെച്ച ഫൈറ്റിലാണ് അവൻ്റെ ബ്രദർ വന്നത്. അവനാണ് റെസ്പോൺസിബിൾ. ഇതൊക്കെ കേട്ടേക്ക് പാറ്റനാണെങ്കിൽ വീണ്ടും വല്ലാത്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നത്. താൻ കാരണം ബ്രദർ മരിച്ചു എന്നുള്ള കുറ്റബോധം അവനെ വല്ലാണ്ട് വേട്ടയാടുന്നു. ഇതും കൂടെ കണ്ടേക്ക് ലൂസിക്ക് മനസ്സിലായി തൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലാന്ന്. പാറ്റൺ പോ, ഫൈറ്റ് ചെയ്യ്, അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്ക്. എനിക്കെൻ്റെ പാറ്റനെ തിരിച്ചു വേണം. എല്ലാം കഴിഞ്ഞ് സേഫായിട്ട് വേണം നീ തിരിച്ചു വരാൻ. ഇത് കേട്ടേക്ക് പുള്ളിക്കാരൻ ഒരു കിസ് അങ്ങ് കൊടുക്കുന്നു. അവൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ വൈഫ് അങ്ങ് സമ്മതിച്ചു കൊടുത്തത്. പിന്നെ പാറ്റൻ വെറുതെ ഇരിക്കോ, നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ സാമി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവൻ സാമിയോട് ഒരു കാര്യം പറയുന്നത്. സാമി, എനിക്ക് കിട്ടിയ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തു. പകരം വൺ ചാമ്പ്യൻഷിപ്പിൻ്റെ കീഴിൽ ഒരൊറ്റ മാച്ച്. പങ്കെടുത്തിട്ട് മാത്രം കാര്യമില്ല, ജയിക്കണം. എന്നാൽ മാത്രമേ സമ്മാനത്തുക എനിക്ക് സ്വന്താക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് സാമിക്ക് ഒരു കാര്യം മനസ്സിലായി,
പാറ്റൺ തിരിച്ചു വന്നു എന്നുള്ളത്. അങ്ങനെ സാമി അവരുടെ വാചകം അങ്ങ് പറയാൻ ആരംഭിക്കുന്നു. പാറ്റൺ, റോസ് എന്തിനാ ഇത്രയും ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നതെന്നറിയോ? ബ്രീത്ത് ചെയ്യാൻ. എന്തിനാ ബ്രീത്ത് ചെയ്യുന്നത്? തിങ്ക് ചെയ്യാൻ. എന്തിനാ തിങ്ക് ചെയ്യുന്നത്? സോ വി ക്യാൻ വിൻ. അത് പറയുമ്പോൾ അങ്ങേരുടെ മുഖത്ത് വരുന്നൊരു ആവേശമുണ്ട്. അതാണ് അവൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി. അങ്ങനെ 6 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ട്രെയിനിങ് വെറും ദിവസങ്ങൾ കൊണ്ടാണ് അവൻ സെറ്റാക്കിയെടുക്കുന്നത്. ഓടുന്നു, ചാടുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് സേവിയറും. അങ്ങനെ സാമി പാറ്റൻ്റെ ട്രെയിനിങ് വാച്ച് ചെയ്യുന്നു. പാറ്റൺ ആണെങ്കിൽ സാക്ഷാൽ അലക്സിനെ വരെ മലർത്തിയടിക്കുന്നു. അത്രയും വെയിറ്റ് അടക്കം അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ട്. പാറ്റൺ ഒരു ഭ്രാന്തനെ പോലെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അതെല്ലാം കണ്ട് സാമിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1 ചാമ്പ്യൻഷിപ്പ്, പാറ്റൺ വേഴ്സസ് സേവിയർ. തായ്ലൻഡിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. അങ്ങനെ പാറ്റൺ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം റിങ്ങിലേക്ക് നടന്നു കയറുന്നു. ആ ഒരു സമയത്ത് ജനങ്ങളുടെ ഒരു ആർപ്പുവിളിയുണ്ട്. അതൊന്നും പോരാണ്ട് ഫൈറ്റിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ ലൂസി തൻ്റെ ഭർത്താവിൻ്റെ ഫൈറ്റ് കാണാനായിട്ട് ടിവിയും വെച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവൾ അത്രയും ടെൻഷനിലാണ്. മേലൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടതാണല്ലോ, അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുമോ? അങ്ങനെ സേവിയറും വന്നു, ഫൈറ്റും ആരംഭിച്ചു. അങ്ങേരാണെങ്കിൽ പാറ്റനെ അടിച്ചടിച്ച് റിങ്ങിൻ്റെ മുക്കിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ സേവിയർ അതിന് സമ്മതിക്കുന്നില്ല. മാരകടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. റോസാണെങ്കിൽ അവിടെ നിന്ന് മാറാനായിട്ട് കുറേ പറയുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ മാറുന്നു, അടിക്കാൻ തുടങ്ങുന്നു. പാറ്റൺ കഷ്ടപ്പെട്ട് ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സേവിയർ രക്ഷപ്പെടുന്നു. രക്ഷപ്പെടാന്ന് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാരകടിയാണ് അടിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയായി. ഇതുവരെ കാര്യങ്ങളെല്ലാം സേഫാണ്. എന്നാൽ ഇവർ 2 പേരും 2 ഭ്രാന്തന്മാരായിട്ടാണ് മാറിയിട്ടുള്ളത്. സോ എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ 2ാമത്തെ റൗണ്ട് ആരംഭിച്ചു. മാരകടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേരുടെ മേലും ആകെ ചോരയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേവിയർ അവനെ അങ്ങ് ലോക്ക് ചെയ്യുന്നത്. അതാണെങ്കിൽ പൊട്ടിക്കാനും പറ്റുന്നില്ല. പുള്ളിക്കാരന് ശ്വാസം കിട്ടുന്നില്ല. ഇനി തോറ്റു കൊടുക്കാന്നല്ലാണ്ട് പാറ്റന് വേറെ വഴിയില്ല. എന്നാൽ ആ സമയത്താണ് തൻ്റെ ബ്രദറിൻ്റെ മുഖം മനസ്സിലോട്ട് വരുന്നത്. അതുകൊണ്ട് മാത്രം താൻ ടാപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ടൈം ഔട്ട് ആവുന്നു. ഇങ്ങർക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല. പക്ഷെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. സാമിയുടെ വാക്കുകളാണ് അവൻ്റെ മനസ്സിലോട്ട് വരുന്നത്. സോ ബ്രീത്ത് ചെയ്യാൻ ആരംഭിക്കുന്നു, തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റ് ആരംഭിച്ചു. അലക്സിനെ നിലത്തടിച്ചതുപോലെ സേവിയറിനടുത്ത് അങ്ങ് എറിയാണ് പാറ്റൺ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേവിയർ അവൻ്റെ കണ്ണിലോട്ടങ്ങ് കുത്തുന്നത്. അതായത് ഫൗള്. പാറ്റനാണെങ്കിൽ ഒന്ന് കാണാൻ കൂടെ പറ്റുന്നില്ല. പാറ്റൺ, ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് റോസ് ചോദിക്കുന്നത്. ആ സമയത്ത് പാറ്റൺ പറയാണ്, ഇത് അവസാനിപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞങ്ങ് ഇറങ്ങുകയാണ്. ഒരു കണ്ണാണെങ്കിൽ മൊത്തത്തിൽ ബ്ലറാണ്. ഒരൊറ്റ കണ്ണും വെച്ച് ശ്വാസം എടുത്ത് സേവിയറിൻ്റെ അടി വാങ്ങിച്ചു കൂട്ടുന്നു. അതവൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അടി തിരിച്ചടി. അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കാണ് സേവിയറിനെ. അങ്ങനെ അവനെ അങ്ങ് നോക്കൗട്ട് ചെയ്തു. പാറ്റൺ ജയിച്ചു. ആ ഒരു സമയത്ത് അവൻ്റെ ഒരു അലർച്ചയുണ്ട്, സന്തോഷത്തിലുള്ള അലർച്ച. സാമി, ലൂസി, റോസ്, അലക്സ് എല്ലാവരും വല്ലാത്തൊരു സന്തോഷത്തിലാണ്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അവൻ ആ ബെൽറ്റ് സ്വന്താക്കി. സമ്മാനത്തുക 3 മില്യൺ. സോ അങ്ങേരുടെ പ്രശ്നങ്ങളും തീർന്നു. തോൽവിയും തൻ്റെ തെറ്റും മനസ്സിലാക്കിയ സേവിയർ പാറ്റിനു വേണ്ടി കൈയടിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.